അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യോൽപത്തിയുടെ തുടക്കം മുതൽ തന്നെ മനുഷ്യന്റെ പ്രത്യുൽപാദനത്തിനും നിലനിൽപ്പിനും വേണ്ടി നിയമമാക്കിയ ഒരു സംവിധാനമാണ് വിവാഹം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ഒപ്പം ഹവ്വയെ സൃഷ്ടിച്ചു. ആദം ഹവ്വ ദമ്പതികളെ അല്ലാഹു സൃഷ്ടിച്ചു എന്നും മനുഷ്യോൽപത്തിക്ക് ഉദ്ഘാടനം ചെയ്തു എന്നും പരിശുദ്ധമായ ഖുർആൻ അടിവരയിടുന്നു. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഒരു ശരീരത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളുടെ നാഥൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ നാഥനെ നിങ്ങൾ സൂക്ഷിക്കുക. വഖലഖ മിൻഹാ സൗജഹാ. ആ ശരീരത്തിൽ നിന്ന് അതിന്റെ ഇണയായ ഹവ്വയെ സൃഷ്ടിച്ചു. എന്നിട്ട് വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ആ രണ്ട് ദമ്പതികളിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കോടാനുകൂടി വരുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും അല്ലാഹു വ്യാപിപ്പിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ. പ്രിയമുള്ളവരെ, ഈ മനുഷ്യോൽപത്തി വിവാഹത്തിലൂടെയും കുടുംബത്തിലൂടെയുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. അന്ത്യദിനം വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരാശിയുടെയും നിലനിൽപ്പിന്റെ ആധാരം കുടുംബമാണ്. കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തെ അല്ലാഹു നിലനിർത്തിയിരിക്കുന്നത് വിവാഹത്തിലൂടെയാണ്. പരിശുദ്ധമായ ഖുർആൻ വിവാഹേതരമായ മുഴുവൻ ലൈംഗിക രതി വൈകൃതങ്ങളെയും ശക്തമായി അപലപിക്കുകയും നിരോധിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. സ്വന്തം ഗോപ്യഭാഗങ്ങളെ സംരക്ഷിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. എവിടെ മാത്രം, എവിടെ ഒഴികെ? ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും. വിവാഹവും വിവാഹത്തിന് അനുബന്ധമായ കുടുംബജീവിതത്തിൽ മാത്രം. അവിടെ ഒഴിച്ച് മറ്റൊരു സ്ഥാനത്തേക്ക്, മറ്റൊരു മാർഗത്തിലേക്ക് തന്റെ താല്പര്യങ്ങളെ അതിര് കടക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞു പരിശുദ്ധമായ. ഇതിന്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും മറ്റു ലൈംഗികമായ മാർഗങ്ങളിലേക്ക് എത്തിപ്പെട്ടാൽ അവർ തീർച്ചയായും അക്രമികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്നു. അപ്പോൾ സ്ത്രീയും പുരുഷനും വിവാഹം ചെയ്യുകയും ആ വിവാഹത്തിന് അനുബന്ധമായി ഒരു ഉന്നതമായ കുടുംബജീവിതം നയിക്കുന്നതിലൂടെ സന്താന ഉൽപാദനവും പ്രത്യുൽപാദനവും അതിൽ നിന്ന് ഏറ്റവും മനോഹരമായ ഒരു സമൂഹവും നിർമ്മിക്കപ്പെടുന്നു എന്ന വിഷയം അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞു ഖുർആൻ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ തന്നു. പുരുഷന് സ്ത്രീയാണ്, സ്ത്രീക്ക് പുരുഷനാണ്. അല്ലാതെ പുരുഷന് പുരുഷനല്ല, സ്ത്രീക്ക് സ്ത്രീയല്ല. അത് പ്രകൃതി വിരുദ്ധമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ അല്ലാഹു തന്നു. പുരുഷനും സ്ത്രീയും എന്ന രണ്ട് ഇണതുണവർഗങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചു. അതുകൊണ്ട് പുരുഷന് ഇണയായി വർത്തിക്കാൻ സ്ത്രീക്ക് പറ്റൂ, സ്ത്രീക്ക് ഇണയായി വർത്തിക്കാൻ പുരുഷനെ പറ്റൂ. അത് പ്രപഞ്ചത്തിന്റെ, മാനവികതയുടെ, മനുഷ്യത്വത്തിന്റെ, മനുഷ്യ വൈകാരികതകളുടെ നിയമമാണ്, നയമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ.
എന്നിട്ട് അല്ലാഹു പറഞ്ഞു ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ കുടുംബം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തെ എന്ത് പറഞ്ഞു പരിഹസിച്ചോളൂ? വിവാഹത്തെ എത്ര വേണമെങ്കിലും വൈകൃതമാക്കിക്കോളൂ. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനം കുടികൊള്ളുന്നത് കുടുംബത്തിലാണ്, കുടുംബത്തിന് കാരണമാകുന്ന വിവാഹത്തിലാണ്. ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങളുടെ ഇടയിൽ സ്നേഹവും കാരുണ്യവും ഇദാ അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വിവാഹവും കുടുംബ ജീവിതത്തിലൂടെയും സന്താന പ്രത്യുൽപാദനം മാത്രമല്ല, പരസ്പരമുള്ള സ്നേഹവും കരുണയും മവദ്ദത്തും റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹവും കരുണയും അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്നു. പക്ഷെ ഇതൊന്നുമല്ലാത്ത കുടുംബ ജീവിതങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ? കുടുംബ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, വിവാഹത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച് വിവാഹവും കുടുംബവും തന്നെ ഈ ആധുനിക കാലഘട്ടത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹേതരമായ പല ലൈംഗികമായ വൈകൃതങ്ങളും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തെല്ലാം മാർഗങ്ങൾ, വിവാഹേതരമായ ലൈംഗിക ബന്ധങ്ങളിലേക്ക് ആരെങ്കിലും എത്തിപ്പെട്ടാൽ അവർ അക്രമികളാണ്, അവർ തെമ്മാടികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ എങ്ങനെയാണ് മനുഷ്യന്മാര് അത്തരം ഒരു വൈകൃതങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്? വിവാഹേതരമായ ലൈംഗിക ബന്ധങ്ങളെ അത് വലിയൊരു മനോഹര ആശയമായി നമ്മുടെ മുന്നിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് ശൈത്താൻ അവിടെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത്. അതിന് ഖുർആൻ ഒരു സാങ്കേതിക പദം ഉപയോഗിച്ചിട്ടുണ്ട്, ഖുറൂർ എന്നാണ്. ഖുറൂർ അതായത് തിന്മകളാണ് എന്ന് പറഞ്ഞല്ല മനുഷ്യനെ ശൈത്താൻ തിന്മയിൽ കൊണ്ടെത്തിക്കുന്നത്. വ്യഭിചാരാണെന്ന് പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ? വ്യഭിചാരത്തിന് വേറെ പല പേരിട്ടാ പോരെ? ലിവിൻ ടുഗദർ എന്നാകാം, ഹോമോസെക്ഷാലിറ്റി എന്നാകാം, അല്ലെങ്കിൽ ഇന്ന് പല വൺ നൈറ്റ് സ്റ്റാൻഡ്, ഒരു രാത്രിക്ക് ഒരു ജീവിത പങ്കാളി എന്ന് പറയുന്ന ആശയങ്ങൾ. ഇങ്ങനെ എന്തെല്ലാം വിവാഹേതരമായ സംസ്കാരങ്ങൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതിലേക്കെല്ലാം മനുഷ്യൻ എത്തിപ്പെട്ടത് തിന്മയെ തിന്മയായി അവതരിപ്പിച്ചുകൊണ്ടല്ല, തിന്മയെ നന്മയായി അവതരിപ്പിക്കുന്നതിനാണ് ഖുറൂർ എന്ന് പറയുന്നത്. യഅദുഹും വയുമന്നീഹിം വമാ യഅദുഹും ശൈത്താനു ഇല്ലാ ഖുറൂറാ. യഅദുഹും, അവർക്ക് ശൈത്താൻ പല ഓഫറുകളും ഇടുന്നുണ്ട്. വയുമന്നീഹിം, വ്യാമോഹങ്ങളുടെ വലിയ ഒരു വലയം അവർക്ക് ചുറ്റും തീർക്കുന്നുണ്ട്. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? എന്തിനാണ് കുടുംബം? വിവാഹം കഴിച്ചവരൊക്കെ കാണുന്നില്ലേ, അമ്മായിയമ്മയുടെ അടി കൊണ്ട് ഇടങ്ങേറായി ജീവിക്കുകയാണ്. ഇവരുടെ തലവെച്ച് കൊടുക്കണോ? ഇങ്ങനെയുള്ള പൈശാചിക ദുർബോധനങ്ങൾക്ക് വിധേയമായി നിനക്ക് പഠിത്തവും നല്ല ജോലിയും ഒക്കെ ഉണ്ടെങ്കിൽ, ശമ്പളം കിട്ടുമെങ്കിൽ, എന്തിനാണ് നിനക്കൊരു വിവാഹ ജീവിതം? ഓഫറുകൾ പലതാണ്, വ്യാമോഹങ്ങൾ പലതാണ്. വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖുറൂറിനെയാണ്, ചതിപ്രയോഗം എന്ന് പറയാം. ചതിപ്രയോഗം. മനുഷ്യൻ വിചാരിക്കുന്നത് അവൻ എന്തോ മഹാവിപ്ലവം ചെയ്യുവാണെന്നാണ്. പുതിയ ചില ലൈംഗിക വൈകൃതങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളൊക്കെ ലെസ്ബിയൻ കപ്പിൾസ് ആണ്, ഞങ്ങളൊക്കെ ഗേ ദമ്പതികളാണ്, അവർക്ക് സമൂഹത്തിൽ വലിയൊരു പരിവേഷം, അത് വലിയ മനോഹരമായി ചിത്രീകരിക്കുന്ന റിയാലിറ്റി ഷോകൾ, സിനിമകൾ, സാംസ്കാരിക നേതാക്കന്മാർ. ചതിപ്രയോഗമാണ്. ഇത് ചതിപ്രയോഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഈമാൻ വേണമെന്നാണ് അല്ലാഹു പറയുന്നത്. ചതിപ്രയോഗം സ്വന്തം ശരീരം ഇച്ഛിക്കുന്നത് അവന്റെ കൺമുന്നിൽ വളരെ മനോഹരമാക്കി കാണിച്ചു കൊടുക്കും. പക്ഷേ അതിന്റെ ഉള്ള് ചതിയാണ്, അതിന്റെ ഉള്ള് നാശമാണ്, അതിന്റെ ആന്തരികം പരാജയമാണ്. ഇതിനാണ് ഖുറൂർ എന്ന് പറയുന്നത്. ഈ ഖുറൂർ ഉപയോഗിച്ച് വ്യഭിചാരമാണെന്ന് പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അതിന് മറ്റു പല പേരുകളും
പല ആദർശത്തിന്റെ അടിക്കുറിപ്പുകളും വിപ്ലവ സമരങ്ങളുടെ പിന്തുണകളും ഒക്കെ ലഭിക്കുമ്പോ അത് സമൂഹത്തിൽ വലിയൊരു മനോഹര ആശയമായി പരിവർത്തിക്കപ്പെടുകയും അതിലേക്ക് സമൂഹം ആകർഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് വ്യഭിചാരം എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന ആളുകൾ ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ അത് വളരെ മനോഹരമായ ആശയമായി തോന്നുന്നത് ഈ ചതിപ്രയോഗത്തിലൂടെയാണ് എന്ന് തിരിച്ചറിയുവാനുള്ള വിശ്വാസികൾക്ക് ഈമാനികമായ കരുത്തുണ്ടാകണം എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിലും നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് സ്വവർഗാനുരാഗമാണ്. സ്വവർഗാനുരാഗം മനുഷ്യരിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെ ഏത് രൂപത്തിലാണ് നിരീക്ഷിച്ചിരിക്കുന്നത്, നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നത്, നിരോധിച്ചിരിക്കുന്നത് എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന് സ്ത്രീ, സ്ത്രീക്ക് പുരുഷനാണ് ഇണയും തുണയുമായി വർത്തിക്കാൻ കഴിയുന്നതെങ്കിൽ അവിടെയാണ് കാരുണ്യമെങ്കിൽ, അവിടെയാണ് സ്നേഹമെങ്കിൽ, അവിടെയാണ് സമാധാനമെങ്കിൽ, അവിടെയാണ് പ്രത്യുൽപാദനത്തിന്റെ കരുത്തെങ്കിൽ, അതിനപ്പുറത്തേക്കുള്ള പ്രകൃതി വിരുദ്ധമായ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ സമൂഹത്തിന് നൽകുന്നത് നാശമാണ്. ഇതിന് സമാനമായ ഒരു സാഹചര്യം ഖുർആൻ വരച്ചിടുന്നത് ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമുദായത്തിലാണ്. ولوطا إذ قال لقومه أتأتون الفاحشة ولوطا إذ قال لقومه أتأتون الفاحشة ما سبقكم بها من أحد من العالمين إنكم لتأتون الرجال شهوة من دون النساء بل أنتم قوم مسرفون فما كان جواب قومه إلا أن قالوا أخرجوهم من قريتكم إنهم أناس يتطهرون. അല്ലാഹു പറഞ്ഞു, ലൂത്തിനെ ഓർക്കണം പ്രവാചകരെ. ലൂത്തിനെ അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമയുടെയും ലൂത്ത് നബി അലൈഹിസ്സലാം വരെയുള്ള കാലഘട്ടത്തിന്റെയും ഇടയിൽ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ സ്വവർഗാനുരാഗം വ്യാപിച്ചു. പുരുഷനെ പ്രാപിക്കുന്ന വളരെ മ്ലേച്ഛമായ സംസ്കാരം, ലൈംഗിക വൈകൃതം. അന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം ആ ജനതയോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ഈ മ്ലേച്ഛ പ്രവൃത്തി, വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിഷ, ഈ സ്വവർഗരതി എന്ന് പറയുന്ന മ്ലേച്ഛ പ്രവൃത്തി, അവിടേക്കാണോ നിങ്ങൾ പോകുന്നത്? അതഅതൂനൽ ഫാഹിഷ മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, നിങ്ങൾക്ക് മുമ്പ് ആരും, ലോകത്ത് ആരും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ലല്ലോ. ലോകത്ത് ഇതുവരെ ആരും ചെയ്യാത്തൊരു മ്ലേച്ഛ പ്രവൃത്തി, പുരുഷനെ പ്രാപിക്കുന്ന, സ്ത്രീയെ പ്രാപിക്കുന്ന ഒരു ഹീനമായ ഈ പറയുന്ന അവസ്ഥ. മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ ഇന്നകും ലതഅതൂന الرجال മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, നിങ്ങൾക്ക് മുമ്പ് ആരും ചെയ്തിട്ടില്ല. പിന്നീട് കാലങ്ങൾ എത്ര കഴിഞ്ഞു? 1973 അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഒരു വ്യത്യസ്തമായ നിരീക്ഷണം നടത്തുന്നത് സ്വവർഗാനുരാഗം എന്ന് പറയുന്നത് ഒരു മനോവൈകൃതമല്ല എന്ന് പറയുന്നു. അത്രയും കാലം അതൊരു മനോവൈകൃതമായിരുന്നു. അത്രയും കാലം മനോവൈകൃതമായിരുന്ന സ്വവർഗാനുരാഗം പിന്നീട് മനോവൈകൃതമല്ല, അത് പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ 2001 നെതർലൻഡിൽ സ്വവർഗാനുരാഗികളായ ദമ്പതികൾക്ക് വിവാഹത്തിന് അനുമതി ഉണ്ടായി, നിയമം വന്നു. അത് ദക്ഷിണാഫ്രിക്കയിലേക്ക്, ബെൽജിയം, കാനഡ തുടങ്ങിയുള്ള പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. 26-30ഓളം രാഷ്ട്രങ്ങൾ ഇത് പരന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും സ്വവർഗ വിവാഹം നിയമമാണ്. പക്ഷെ വിശ്വാസികൾ ഈമാനിന്റെ കണ്ണാടിയിലൂടെ ഈ വിഷയങ്ങൾ കാണണം. ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, നിങ്ങൾക്ക് മുമ്പ് ആരും ഈ ഹീന പ്രവൃത്തി ചെയ്തിട്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം പണിയെടുത്തിട്ടും അദ്ദേഹത്തിന്റെ പ്രതിയോഗികളിൽ ഈ വൃത്തികേട് കണ്ടില്ല. സാലിഹ് നബി അലൈഹിസ്സലാം കണ്ടില്ല, ഹൂദ് നബി അലൈഹിസ്സലാം കണ്ടില്ല,
ശുഐബ് നബി അലൈഹിസ്സലാം കണ്ടില്ല. പക്ഷെ എനിക്ക് കാണേണ്ടി വരുന്നു ഇത്. മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ അഇന്നകും ലതഅതൂന الرجال നിങ്ങൾ പുരുഷന്മാരെ പ്രാപിക്കുന്നുവോ? അഇന്നകും ലതഅതൂന الرجال ശഹ്വതൻ മിൻ ദൂനി നിസാ അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന സ്ത്രീകൾ ഉള്ളപ്പോൾ വിവാഹം എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലാഹു ഹലാലാക്കിയിട്ട് ഹറാമായ വഴികൾ അല്ലാഹു കാര്യങ്ങൾ ഹറാമാക്കുക മാത്രമല്ല, ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ബദൽ സംവിധാനം വേറെ ഹലാലാക്കിയിട്ടുണ്ട്. പലിശ ഹറാമാക്കിയ പടച്ചവൻ കച്ചവടം ഹലാലാക്കിയതുപോലെ വ്യഭിചാരം ഹറാമാക്കിയ അല്ലാഹു, സ്വർഗ്ഗാനുരാഗം ഹറാമാക്കിയ അല്ലാഹു വിവാഹത്തെ ഹലാലാക്കിയിട്ടുണ്ട്. സ്ത്രീകളെ നിങ്ങൾക്ക് ഹലാലായി നിശ്ചയിക്കുമ്പോൾ ദയനീയമാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ കഥ എന്ന് പറഞ്ഞാൽ. ശിക്ഷ ഇറക്കാൻ വേണ്ടി മലക്കുകൾ അന്നാട്ടിലേക്ക് വന്നപ്പോ മനുഷ്യരൂപം പ്രാപിച്ച മലക്കുകളെ പോലും ആ ജനത വെറുതെ വിട്ടില്ല. ഒരു പിതാവ് സ്വന്തം പെൺമക്കളെ എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പെൺകുട്ടികളെയെങ്കിലും നിങ്ങൾ വിവാഹം ചെയ്യൂ. നിങ്ങളുടെ ഈ ഹീന പ്രവൃത്തി ഈ എന്റെ അതിഥികളോട് നിങ്ങൾ കാണിക്കല്ലേ എന്ന് പറയുന്നു. هؤلاء بناتي هن أطهر لكم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزوني في ضيفي أليس منكم رجل رشيد. ഒരു പ്രവാചകന്റെ ശബ്ദം മാത്രമല്ല, പെൺമക്കളുള്ള ഒരു പിതാവിന്റെ ഉച്ചയാണ്. هؤلاء بناتي ഇതെന്റെ പെൺകുട്ടികളാണ്. هن أطهر لكم അല്ലാഹു നിങ്ങൾക്ക് പരിശുദ്ധമായ രൂപത്തിൽ അതിനെ അനുവദിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് എന്റെ വീട്ടിലേക്ക് അതിഥികളായി വന്നവരുടെ പുറകിൽ നിങ്ങൾ കൂടരുത്. വലാ തഹ്സൂനി ഫീ ലൈഫി എന്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ നിന്ദിക്കരുത്. എന്നിട്ട് ചോദിച്ചു, അലൈസ മിൻകും റജുലുർ റഷീദ് നിങ്ങളിൽ വിവരമുള്ള ബോധമുള്ള ഒരാൾ പോലും ഇല്ലേ എന്ന ചോദ്യം. ഇത് വലിയൊരു ചോദ്യമാണ്. കേരളത്തിലെ ഒരു പ്രമുഖ നടൻ ഒരു റിയാലിറ്റി ഷോയിൽ അത്രയും മത്സരാർത്ഥികളോട് ഒരാൾ സ്വർഗ്ഗാനുരാഗത്തിനെ നോർമലൈസ് ചെയ്യുന്നതിന് LGBTQ ആക്ടിവിസം മുന്നോട്ട് വെക്കുന്ന എല്ലാ ആശയങ്ങളെയും അനുകൂലിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. പക്ഷെ ഇത് നോർമലൈസ് ചെയ്യരുത്. നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് വരരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഈ ഷോയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകണം. അക്കൂട്ടത്തിൽ മുസ്ലിം കുടുംബത്തിൽ പിറന്ന സംസ്കാരത്തിൽ വളർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും മുസ്ലിം നാമധാരികൾ ഉണ്ടായിട്ട് ഒരാൾക്ക് അതിനനുകൂലമായി കൈവക്കാൻ അലൈസ മിൻകും റജുലുർ റഷീദ് നിങ്ങളുടെ കൂട്ടത്തിൽ വിവരമുള്ള ബോധമുള്ള ഒരാൾ പോലും ഇല്ലേ എന്ന സ്വർഗ്ഗാനുരാഗികളോടുള്ള ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ ചോദ്യം ഇന്നും പ്രസക്തമാകുന്നത് അവിടെ. അലൈസ മിൻകും റജുലുർ റഷീദ് ഹൗലാഇ ബനാതി ഹുന്ന അത്ഹറു ലക്കും അല്ലാഹു നിങ്ങൾക്ക് പരിശുദ്ധമാക്കി തന്ന എന്റെ പെൺകുട്ടികളെ വേണമെങ്കിൽ വിവാഹം ചെയ്തു തരാം. ഈ വഴി നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പിതാവും പ്രവാചകരുമായ ലൂത്ത് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. അതഅതൂനൽ ഫാഹിഷത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ അഇന്നകും ലതഅതൂന الرجال ശഹവത മിൻ ദൂനി നിസാ ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ നിങ്ങൾ അക്രമികളായ ജനതയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സ്വർഗ്ഗാനുരാഗികളായ ജനതയെ പറ്റി അല്ലാഹു 4 പ്രയോഗം ഖുർആനിൽ നടത്തിയിട്ടുണ്ട്. ഖൗമുൻ ആദുൻ, ഖൗമുൻ മുസ്രിഫൂൻ, ഖൗമുൻ തജ്ഹലൂൻ, ഖൗമുൻ മുഫ്സിദൂൻ അക്രമികൾ, അതിര് കവിഞ്ഞവർ, വിവരമില്ലാത്തവർ, ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ. ഇത്ര കടുത്ത പ്രയോഗം ആരെ പറ്റി നടത്തിയിട്ടില്ല. മറ്റുള്ള ജനതയും തമ്മിൽ എന്താ സമാനത? ശിർക്കിനോടൊപ്പം ഇവർക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്ന പ്രശ്നം സ്വർഗ്ഗാനുരാഗം. ലോകത്ത് ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് ഇരകളാക്കപ്പെട്ട ജനത, വിധേയമാക്കപ്പെട്ട ജനത ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയാണ്. ഇന്ന ഉഖൂബത ഖൗമി ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സ്വർഗ്ഗാനുരാഗികളായ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയുടെ ശിക്ഷ ഇരട്ടിയായിരുന്നു. ഫഖദ ആഖബ അല്ലാഹു ഖൗമ ലൂത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയെ ശിക്ഷിച്ചു ബിഖസ്ഫിൽ അർദ് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കൊണ്ട്. കാരണം ഒരു പ്രദേശം തന്നെ തലകീഴായി മറിച്ചു. ഭൂമിയിലേക്ക് ആഴ്ത്തൽ. വജഅല ആലിഹ സാഫിലഹ അതിന്റെ മേൽഭാഗം താഴ്ഭാഗത്തേക്കും താഴ്ഭാഗം മേൽഭാഗത്തേക്കുമാകും വിധം. ثم ارسل عليهم حجارة من سجيل منضود ചുട്ടുപഴുപ്പിച്ച കല്ലിന്റെ മഴ അവരുടെ മേൽ വർഷിപ്പിച്ചു. ഫിർഔന്റെ ശിക്ഷ എന്താണ്? മുക്കി നശിപ്പിക്കൽ മാത്രം.
നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയെ മുക്കി നശിപ്പിച്ചു. ആദ് സമുദായം കാറ്റുകൊണ്ട്, സമൂദ് ഗോത്രം ഇടുത്തി ഘോരമായ ശബ്ദത്തിലൂടെ ഇവരോ 3 തരം ശിക്ഷകൾക്ക് സ്വർഗാനുരാഗികളായ ഒരു സമൂഹം വിധേയമാക്കപ്പെട്ട ചരിത്രം പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുമ്പോൾ അതിനെയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നോർമലൈസ് ചെയ്ത് അവതരിപ്പിക്കുന്നത്. ആദ്യം ന്യായീകരിച്ചു. അത് കുഴപ്പമില്ല, അത് കുറച്ച് ആളുകളുടെ കാര്യങ്ങളിലെ അവരായി അവരുടെ പാടായി. ഇന്നതാണോ സ്ഥിതി? ഇന്നതല്ല സ്ഥിതി. ഇവർ നമ്മളോടൊപ്പം നമ്മളെ പോലെ ജീവിക്കേണ്ട പ്രകൃതി വിരുദ്ധരൊന്നുമല്ല, പ്രകൃതിയുടെ ഭാഗമാണിത്. ഇത് ലോകമൊന്നുമല്ല, ഇത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് ആര് തീരുമാനിച്ചു കൂട്ടരെ? ഈ രൂപത്തിൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഈ പറയപ്പെടുന്ന ആളുകളെല്ലാം എന്ത് നിലപാട് സ്വീകരിക്കും? മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് മാനിപ്പുലേഷൻ അല്ല, പ്രൊപ്പഗണ്ടയല്ല, ഇമോഷൻസ്, മനുഷ്യന്റെ വൈകാരികതകളുടെ പക്ഷത്ത്, മാനവികതയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള രതിവൈകൃതങ്ങൾക്ക് കുടപിടിക്കുവാൻ സാധിക്കുമോ എന്ന് വിവേകമുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, അഇന്നകും ലതഅതൂന الرجال വതഖതഊന السبيل. ലൂത്ത് നബി അലൈഹിസ്സലാം ആ ജനതയോട് പറഞ്ഞതാണ്, അഇന്നകും ലതഅതൂന الرجال ശഹവത മിൻ ദൂനി النساء ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു അഖ്രിജൂഹും മിൻ ഖറിയതികും. പറഞ്ഞില്ല? എന്താ അവർ പറഞ്ഞ മറുപടിയും അല്ലാഹു പറഞ്ഞു, ഫമാ കാന ജവാബ ഖൗമിഹി, തന്റെ ജനതയുടെ മറുപടി ഇങ്ങനെ മാത്രമായിരുന്നു, അഖ്രിജൂഹും മിൻ ഖറിയതികും, ലൂത്തിനെയും ലൂത്തിനൊപ്പമുള്ള ആളുകളെയും നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കൂ. പറഞ്ഞില്ലേ? ഷോയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. ആ ഷോയിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. അത് വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് കേരളത്തിലെ സാംസ്കാരിക സാഹിത്യകാരന്മാരൊക്കെ ചർച്ച ചെയ്യട്ടെ. അത് പുറത്തുവിടുന്ന നെഗറ്റിവിറ്റിയൊക്കെ സംബന്ധിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യനെ റിയൽ ഫേസ് കൊണ്ടുവരുമെന്നാ പറയുന്നത്. ഒരു കൂട്ടിൽ അടച്ചിട്ട് സമയം പോലും അറിയാത്ത ഒരു മുറിയിൽ കുറെ ആളുകളെ, ഒരു 10-16 ആളുകളെ കൊണ്ട് അടച്ചിട്ടാൽ അവരുടെ യഥാർത്ഥ റിയൽ ഫേസ് ആണോ കാണുന്നത്? മനുഷ്യന്റെ റിയൽ ലൈഫ് അല്ല അവിടെ നടക്കുന്നത്. റിയൽ ലൈഫ് പുറത്താണ്. അകത്തടച്ചിട്ട് എന്ത് റിയൽ ഫേസ് ആണ് കൊണ്ടുവരാൻ പോകുന്നത്? അതിലൂടെ മനുഷ്യനിലേക്ക് സ്പ്രെഡ് ആകുന്ന നെഗറ്റിവിറ്റി, വിരോധം, ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റിയെ പിച്ച് ചീതി നശിപ്പിച്ച് സമൂഹത്തിലേക്ക് വേട്ടയാടാൻ ഇട്ടുകൊടുക്കുന്ന ഇത്തരം നീചമായ റിയാലിറ്റി ഷോകൾ, അതിലേക്ക് നമ്മുടെ സഹോദരിമാരും സഹോദരങ്ങളും എത്ര പേരുണ്ട്? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അഖ്രിജൂഹും മിൻ ഖറിയതികും എന്ന്, നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് അവരെ പുറത്താക്കൂ. നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് മാത്രമേ എനിക്ക്, ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോകണം. വീട്ടിൽ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുകയില്ല എന്ന് ഒരു സ്ത്രീ എടുത്ത നിലപാട് മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് ഒരു അമ്മയുടെ കരുത്താണത്. എന്റെ മകൻ വീട്ടിൽ ഇരുന്ന് ഈ ഷോ കാണുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞ് പരിചയപ്പെടുത്തണം എന്റെ കുട്ടികളോട്? ഈ 2 സ്ത്രീകൾ ആരാണ്? അങ്ങനെ എത്ര മുസ്ലിമീങ്ങളാണോ എഴുതി വിടുന്നതല്ല, അമുസ്ലിമീങ്ങൾ പറയുന്നു. എന്റെ കുട്ടികൾ 6 വയസ്സുള്ള മകൻ എന്നോട് ചോദിക്കാണ്, ഉമ്മി ഈ കാണുന്നത് ഇവർ 2 പേരും സഹോദരിമാരാണ്, ഒന്ന് പറഞ്ഞു തരൂ. എന്ത് പറഞ്ഞു കൊടുത്ത് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും? അങ്ങനെയാണ്, എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നാ പറയുന്നത്. എന്ത് പറഞ്ഞു കൊടുക്കും? ഇങ്ങനെയുള്ള ഇത്രയും, അല്ലെങ്കിൽ അഡൽട്ട് ഓൺലി പ്രോഗ്രാമുകളല്ല, ഇതെല്ലാ കുടുംബങ്ങളും ഒരുമിച്ചിരുന്ന് കാണുന്ന പരിപാടികൾ. ഇതിൽ നിന്ന് പരന്നൊഴുകുന്ന ഇരുട്ടിന്റെ ശബ്ദങ്ങൾ. ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, അഖ്രിജൂഹും മിൻ ഖറിയതികും, അവരെ പറ്റി പറഞ്ഞു, നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുക. ഇന്നഹും ഉനാസുൻ യതതഹറൂൻ, അവരുണ്ടല്ലോ, അവര് നമുക്ക് പറ്റിയ ആളുകളല്ല. യതതഹറൂൻ, സദാചാരവാദികളാണ്. അവർ പരമപരിശുദ്ധരാണ്, നമുക്ക് പറ്റിയ ആളുകളല്ല. എപ്പോഴും ധാർമ്മികത, സദാചാരം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് അവർ മറുപടി പറഞ്ഞു എന്ന് അല്ലാഹു തആല കുറച്ചുകൂടെ വ്യക്തമായി നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അഇന്നകും ലതഅതൂന الرجال, നിങ്ങൾ പുരുഷന്മാരെ പ്രാപിക്കുന്നു, വതഖതഊന السبيل, മാർഗ്ഗങ്ങളിൽ പോലും നിങ്ങൾ ഈ മോശമായ പ്രവണതകൾ പരസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഹീനമായ പ്രവൃത്തി നിങ്ങളുടെ സദസ്സുകളിൽ പോലും കൊണ്ടുവരുന്നു.
നമ്മളുടെ ശീതീകരിച്ച റൂമുകളിൽ, റിയാലിറ്റി ഷോകളിൽ, സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഈ മ്ലേച്ഛ പ്രവൃത്തിയെ ന്യായീകരിച്ച് ഒന്ന് മോഡിഫൈ ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും മ്ലേച്ഛമായ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ പ്രബോധന ചരിത്രം പരിശുദ്ധമായ ഖുർആനിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനും അറിയാനുമുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, إذا أتى الرجل فهما زانيان وإذا أتت المرأة والمرأة فهي زانيتان. പുരുഷൻ പുരുഷനെയോ സ്ത്രീ സ്ത്രീയെയോ പ്രാപിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ വ്യഭിചാരമാണ്. വേറെ എന്ത് പേര് നിങ്ങൾ ഇട്ട് വിളിച്ചാലും, വേറെ എന്ത് പേരിട്ട് അതിനെ മനോഹരമാക്കിയാലും ന്യായീകരിച്ചാലും നോർമലൈസ് ചെയ്താലും വ്യഭിചാരമാണ്. അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദസ്തഹല്ലത് ഉമ്മത്തി സിത്തൻ ഫഅലൈഹിമുദ് ദിമാർ. എൻ്റെ ഉമ്മത്ത് 6 കാര്യങ്ങൾ ഹലാലാക്കി കഴിഞ്ഞാൽ ഫഅലൈഹിമുദ് ദിമാർ, അവരുടെ നാശം അടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഒന്ന്, ഇദാ ലഹറ ഫീഹിമുത് തലാഅ, അവരിൽ പരസ്പരം ശാപവാക്കുകൾ പറയുന്നത് പ്രകടമായി കഴിഞ്ഞാൽ. വിശദീകരിക്കുന്നില്ല. വശരിബു അൽ ഖുമൂർ, മദ്യപാനം വ്യാപിച്ചാൽ. വലബിസു അൽ ഹരീർ, പട്ട് ധരിക്കുന്നത് അധികരിച്ചാൽ. വത്തഖിദു അൽ ഖിയാൻ, നൃത്തങ്ങളും അഴിഞ്ഞാട്ടങ്ങളും വർദ്ധിച്ചാൽ. വഖ്തഫർ റിജാലു ബിർ റിജാൽ, പുരുഷന്മാർ പുരുഷന്മാരെയും, വന്നിസാഉ ബിൻ നിസാ, സ്ത്രീകൾ സ്ത്രീകളെയും പ്രാപിക്കുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്റെ നാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സഹാഖിയത ലസ്ബി നിസം ഇംറഅത്തുൻ ബഈദത്തുൻ കുല്ലൽ ബഅദ്. അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീ നമ്മുടെ ദീനിൽ നിന്ന് വളരെ ബഹുദൂരം അകന്നിരിക്കുന്നു. കജൗഹരിൻ, ദീനിന്റെ മൂല്യങ്ങളിൽ നിന്ന്. വതആലീം, അതിന്റെ അധ്യാപനങ്ങളിൽ നിന്ന്. വമബാദി, അതിന്റെ പ്രാഥമിക പഠനങ്ങളിൽ നിന്ന്. വഇബാദാത്, ഇബാദത്തുകളിൽ നിന്ന്. വഅഖ്ലാഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സ്വഭാവത്തിൽ നിന്ന്. വആജിസത്തുൻ, അവർ ദുർബലയാണ്. എത്ര കരുത്തുള്ള വിപ്ലവകാരി എന്ന് പേര് വിളിച്ചാലും വആജിസത്തുൻ, അവർ ദുർബലയാണ്. അനിൽ വുസൂലി ഇല റൂഹി ദീനിൽ ഇസ്ലാമി, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആത്മാവിലേക്ക് എത്തിച്ചേരുന്നതിൽ നിന്ന്. അല്ലദീ കറമൽ മർഅ, എവിടെയാണ് അല്ലാഹു സ്ത്രീയെ ബഹുമാനിച്ചത് അവിടെ നിന്ന്. വഅലാ മിൻ ശഅനിഹാ, അവളുടെ പദവി അല്ലാഹു ഉയർത്തി വെച്ചത് എവിടെയാണോ അവിടെ നിന്ന് അവർ അകന്നിരിക്കുന്നു. അവളിൽ അല്ലാഹു സമ്മേളിപ്പിച്ചിരിക്കുന്ന ആന്തരികമായ ചൈതന്യത്തെ അവർ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാപഞ്ചിക പ്രതിഭാസത്തിന്റെ ഭാഗമായി, മനുഷ്യോൽപത്തിയുടെ പ്രത്യുൽപാദനത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമായി പുരുഷനും സ്ത്രീയും വിവാഹത്തിലൂടെ കുടുംബജീവിതം നയിക്കുക എന്ന് പറയുന്ന ഈ അനുഗ്രഹീതമായ സംവിധാനത്തെ, സ്ഥാപനത്തെ തകർക്കാൻ വിവാഹേതരമായ ലൈംഗിക ബന്ധങ്ങളും വൈകൃതങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ ഫഉലൈക ഹുമുൽ ആദൂൻ, അവർ അക്രമികളാണ്. ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ, അവർ അതിരുകവിഞ്ഞ ജനതയാണ്. ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ, അവർ വിവരമില്ലാത്തവരാണ് എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സ്വർഗ്ഗാനുരാഗത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളോട് പറയുകയാണ്. ശൈത്താനിന്റെ ഒരു പ്രോജക്റ്റ് ആണ്. ശൈത്താനിന്റെ പ്രോജക്റ്റ് എന്താണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞപ്പോൾ അതിന്റെ ഏറ്റവും പീക്ക് മൊമെന്റ് എന്ന് പറയുന്നത് തഗ്യീറു ഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടി സംവിധാനത്തെ തകർക്കലാണ്. അല്ലാഹുവിനോട് ഇത് അന്ന് തന്നെ ശൈത്താൻ പറഞ്ഞു. ആദമിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ പറഞ്ഞു, എന്റെ പണി ഈ മനുഷ്യരെ വഴികെടുത്തലാണ്. അതിൽ പലതും പറഞ്ഞു. വല ഉലില്ലന്നഹും, ഞാൻ അവരെ വഴികെടുത്തുക തന്നെ ചെയ്യും പടച്ചോനെ. വല ഉമന്നിയന്നഹും, ഞാൻ അവർക്ക് അതിന് വ്യാമോഹങ്ങൾ ഇട്ട് കൊടുക്കും. വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കും. ഓരോ സ്റ്റേജാണ്. വല ആമുറന്നഹും ഫല യുബത്തികുന്ന ആദാനൽ അൻആം, പല നാൽക്കാലികളുടെ കാതുകൾ പല വിഗ്രഹങ്ങളുടെ മുന്നിലും മുറിക്കപ്പെടുക തന്നെ ചെയ്യും. വിശദീകരിക്കേണ്ട സമയമല്ല. ഫല യുബത്തികുന്ന ആദാനൽ അൻആം വല ആമുറന്നഹും, ഞാൻ അവരുടെ മേൽ ആധിപത്യം ചെലുത്തും. ഫല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, എന്റെ പ്രോജക്റ്റിന്റെ ലാസ്റ്റ് വർക്ക് എന്തെന്നറിയോ? അള്ളാഹുവിന്റെ സൃഷ്ടി സംവിധാനത്തെ തകർക്കലാണ്. അള്ളാഹുവിന്റെ സൃഷ്ടി സംവിധാനം ആദം ഹവ്വ ദമ്പതികളിലൂടെ പഠിപ്പിക്കപ്പെട്ടത് എന്താ? വിവാഹവും കുടുംബവുമാണ്. അത് തകർക്കലാണ്. പുരുഷനെ സ്ത്രീയാക്കുക, സ്ത്രീയെ പുരുഷനാക്കുക.
ഈ രൂപത്തിലുള്ള പല വൈകൃതങ്ങൾക്കും ഈ ലോകം സാക്ഷിയാകുമ്പോൾ പൈശാചിക പ്രോജക്റ്റിന്റെ ലാസ്റ്റ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് ഈമാനികമായ കരുത്ത് ഉണ്ടാകട്ടെ. അതിന് ഏറ്റവും വലിയ പരിഹാരം ഖദ്ദുൽ ബസർ, ദൃഷ്ടികൾ താഴ്ത്തുക എന്ന് പറയുന്നതാണ്. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ദൃഷ്ടികൾ താഴ്ത്തുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മക്കളെ പരമാവധി വളർത്താൻ പരിശ്രമിക്കുക. നമസ്കാരം മുറ പോലെ കുടുംബത്തിൽ പുരുഷന്മാരും സ്ത്രീകളും അനുഷ്ഠിക്കുന്നവരായി മാറുക. ഒരുപാട് കാര്യങ്ങൾക്ക് നിസ്കാരം ഫലപ്രദമാണ്. കിടപ്പറകളിൽ കുട്ടികളോടുള്ള സമീപനം എന്തായിരിക്കണമെന്ന് അള്ളാഹു റസൂലും പറയുന്നുണ്ട്. അവരെ എങ്ങനെ കിടത്തണം, എങ്ങനെ ശീലിപ്പിക്കണം, ഈ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഒരു പ്രശ്നം വന്നിട്ട് അത് പരിഹരിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നതിനും നല്ലത് ആ പ്രശ്നം വരാതെ സൂക്ഷിക്കലാണ്. എന്ന ഒരു പൊതുതത്വം അറബിയിലുണ്ട്. പ്രതിരോധം. ഒരു വാക്സിൻ എടുക്കണം, ആ വാക്സിൻ നമസ്കാരമാണ്. ആ വാക്സിൻ ദൃഷ്ടികളെ താഴ്ത്തലാണ്. പരസ്പരം തഖ്വ കൊണ്ട് കുടുംബത്തിൽ ഓർമ്മപ്പെടുത്തലാണ്. പ്രവാചകന്മാരുടെയും സഹാബാക്കളുടെയും ജീവിതവുമായി നമ്മുടെ മക്കളെ, സന്താനങ്ങളെ അടുപ്പിക്കലാണ്. അത് കേൾക്കാനും അള്ളാഹുവിന്റെ ആയത്തുകൾ പഠിക്കാൻ, പ്രിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ചർച്ച ചെയ്യുവാനുള്ള സാഹചര്യം വീടുകളിലും കുടുംബത്തിലും ഉണ്ടാകലാണ്. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കേവലം മുസ്ലിം കുടുംബമാണ്, വലിയ തറവാട്ടുകാരാണ്, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നമ്മുടെ മക്കൾ ഈ പറയുന്ന അന്ധകാരങ്ങളിൽ എത്തിപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ യുവാക്കളെ, യുവതികളെ, മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാകട്ടെ, ഇഹപര വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം വഴികേടിന്റെ ഫിത്നകളിൽ നിന്ന്